ആകാശദൂതർ പാടി ആശാനാളങ്ങൾ മിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി ആരാധ്യനാഥനെ എതിരേൽക്കാൻ. ആകാശദൂതർ പാടി ആശാനാളങ്ങൾ മിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി ആരാധ്യനാഥനെ എതിരേൽക്കാൻ. വരുവിൻ പ്രിയജനമേ, ആ സ്നേഹവിരുന്നിൻ സമയമിതാ. വരുവിൻ പ്രിയജനമേ, ആ സ്നേഹവിരുന്നിൻ സമയമിതാ. രാജാധിരാജന് സ്വാഗതമേകാൻ വരുവിൻ വരുവിൻ വരുവിൻ. ത്യാഗത്തിൻ മലർകളും മോക്ഷത്തിൻ ദീപവും ആരതി തീർപ്പുമീ വിശുദ്ധ ബലിവേദിയിൽ. ത്യാഗത്തിൻ മലർകളും മോക്ഷത്തിൻ ദീപവും ആരതി തീർത്തുമീ വിശുദ്ധ ബലിവേദിയിൽ. മാനസം തേങ്ങുമ്പോൾ ശൂന്യതയേറുമ്പോൾ പാപമഖിലം നീ പൊറുക്കണമേ, ഈ ബലിയും കൈക്കൊള്ളണേ. ആകാശദൂതർ പാടി ആശാനാളങ്ങൾ മിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി ആരാധ്യനാഥനെ എതിരേൽക്കാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വന്ദ്യരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നാളെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ജനന തിരുനാൾ. 24 ദിവസങ്ങളായി ഈശോയുടെ ജനന തിരുനാളിൻ്റെ ആത്മീയ ഭൗതിക ഒരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയായിരുന്നു. ക്രിസ്മസ് തിരുനാളിൻ്റെ ഈ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ നമ്മോട് നമ്മൾ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഞാനും ഈശോയും തമ്മിലുള്ള അടുപ്പം എത്രയായി? അതുമല്ലെങ്കിൽ ചോദ്യത്തെ അല്പം കൂടെ മാറ്റി ചോദിക്കാം: ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള അകലം ഇനിയും എത്രയാണ്? ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള അകലം കുറയ്ക്കുമ്പോഴാണ് ജീവിതത്തിൽ ക്രിസ്മസ് ഒരനുഭവമായി മാറും. എല്ലാ വർഷവും ഡിസംബർ മാസം 25-ാം തീയതി കലണ്ടർ പ്രകാരം ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തു ജയന്തി മഹാജൂബിലി വർഷത്തിൽ ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പടിവാതിക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ പതിവ് പോലുള്ള ഒരു ആഘോഷത്തിലേക്കല്ല മറിച്ച്
നിൻ്റെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ക്രിസ്തു അനുഭവത്തിലേക്ക് ഈശോ നിന്നെ ക്ഷണിക്കുക. പതിവ് പോലെ ഡിസംബർ 25 വന്നു. യേശു ക്രിസ്തു ജനനത്തിൻ്റെ ഓരോ ഓർമ്മയോടെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാനാണ് ഇനിയും നമ്മൾ തുനിയുന്നതെങ്കിൽ, മഹാനായ അലക്സാണ്ടർ പോപ്പിൻ്റെ ചങ്കിൽ കൊള്ളുന്ന ചോദ്യം എന്നെയും നിന്നെയും നോക്കി ദിഗന്ധങ്ങളിൽ മാറ്റൊരുക്കൊള്ളുമാറ് ആവർത്തിക്കുന്നത്, പ്രതിധ്വനിക്കുന്നത് നമ്മൾക്ക് കേൾക്കാനാകും. അലക്സാണ്ടർ പോപ്പ് ചോദിക്കും, 1000 ബെത്ലഹേമുകളിൽ 1000 ഉണ്ണിയേശുമാർ 1000 വട്ടം പിറന്നാലും, ഹേ മനുഷ്യ, നിന്റെ ഹൃദയത്തിൽ ഈശോ ജനിക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷം കൊണ്ട് നിനക്കെന്ത് പ്രയോജനം? 1000 ബെത്ലഹേമുകളിൽ 1000 ഉണ്ണിയേശുമാർ 1000 വട്ടം പിറന്നാലും, ഹേ മനുഷ്യ, നിന്റെ ഹൃദയത്തിൽ ഈശോ ജനിക്കുന്നില്ലെങ്കിൽ ഈ മഹാജൂബിലി വർഷത്തിലെയും ക്രിസ്മസ് ആഘോഷം നിനക്ക് വൃഥാവിലാകും. പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ ആഘോഷവും മുഴങ്ങുന്ന ചേങ്ങല പോലെ, ചിലമ്പുന്ന കൈത്താളം പോലെ പര്യവസാനിക്കും. മഹാജൂബിലി വർഷത്തിൽ അമ്മ മാതാവ് സഭ നമ്മോട് പറയും, യേശു ക്രിസ്തു ജയന്തി 2025 ആണ്ട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശു നിൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്ന ഒരനുഭവത്തിലേക്ക് അത് എത്തിച്ചേരണം. നിൻ്റെ ഹൃദയത്തിൻ്റെ പടിക്ക് പുറത്ത് നിൽക്കുന്നൊരു ക്രിസ്മസ് ആഘോഷമല്ല, മറിച്ച് നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്ന് ഈശോ ജനിക്കുന്ന ഒരനുഭവത്തിലേക്ക് ഈ ക്രിസ്മസ് ആഘോഷം എത്തിച്ചേരണം എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് സ്വയം ചോദിക്കേണ്ടത്, നാളെ പുലർച്ചെ ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് ലോകമെമ്പാടും യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോ എൻ്റെ ഹൃദയത്തിൽ ജനിച്ച് സ്പർശിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരനുഭവം നിനക്കുണ്ടാകാൻ വേണ്ടി വ്യക്തിപരമായ ഒരുക്കത്തിലേക്ക് ഇനിയും നിനക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ടോ? കൽവരിയിൽ അവസാന നിമിഷങ്ങളിൽ സ്വർഗം സ്വന്തമാക്കി മാറ്റിയ ആ നല്ല കള്ളൻ ഇവിടെയും നമുക്ക് മാതൃകയാകണം. ക്രിസ്മസ് തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ അവസാന നിമിഷത്തിലും ആ നല്ല കള്ളനെ പോലെ നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിനക്കൊരു ഒരുക്കമുണ്ടെങ്കിൽ, നിനക്കൊരാഗ്രഹമുണ്ടെങ്കിൽ, ഈശോ നിൻ്റെ ഉള്ളിൽ ജനിക്കുന്ന സ്വർഗത്തിൻ്റെ നക്ഷത്രം നിൻ്റെ അകത്തലങ്ങളിൽ വെട്ടമേകും. നിനക്ക് ക്രിസ്മസ് ആകും. ആ ഒരു ക്രിസ്മസിന് വേണ്ടിയാണ് നമ്മുടെ ഈ അവസാന ദിവസത്തെ, അവസാന മണിക്കൂറുകളിലെ നമ്മുടെ ഒരുക്കം നമ്മൾ നടത്തേണ്ടത്. ലോക ചരിത്രത്തിൽ ഏറ്റവും ആദ്യം ക്രിസ്മസ് സംഭവിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ധ്യാനിച്ച്, അമ്മേ, നിൻ്റെ ഹൃദയത്തിൽ ക്രിസ്മസ് സംഭവിച്ചതുപോലെ എൻ്റെയും ജീവിതത്തിൽ ക്രിസ്മസ് സംഭവിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു തരുന്ന 2-3 ഉത്തരങ്ങളുണ്ട്. ഏറ്റവും അടുത്ത ഒരുക്കത്തിന് നിനക്ക് വെട്ടമേകാൻ. ഒന്നാമത്തേത്, പരിശുദ്ധ മാതാവ് പറയും, ഈശോ നിൻ്റെ ഹൃദയത്തിൽ ജനിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അനിവാര്യതയും. മറിയത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോഴാണ് സൂര്യചന്ദ്ര നക്ഷത്രാദികളെ പ്രശോഭിപ്പിക്കുന്ന ഈശോ അവളുടെ ഹൃദയത്തിലും ഉദരത്തിലും ഉരുവായത്. രണ്ടാമത്തേത്, മാതാവ് പറയും, നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ വീട്ടിൽ ഈശോ ജനിക്കണമെങ്കിൽ നിൻ്റെ ഒരു സമ്മതം ദൈവത്തിന് ആവശ്യമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നിൻ്റെ ജീവിതവും ഈ അവസാന മണിക്കൂറുകളിലെങ്കിലും തമ്പുരാന് വിട്ടുകൊടുക്കണം, ഹൃദയത്തിൽ ഈശോ വന്ന് പിറക്കുന്നതിന് വേണ്ടി. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വായനയുണ്ട്: ഓരോ നിമിഷവും ഓരോ ദിവസവും നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കും.
ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കും, അത് നിനക്ക് ക്രിസ്മസ് ആകും. മൂന്നാമതായിട്ട്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ മറിയം സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിൻ്റെയും ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണം, നിൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാനുള്ള ഒരു സമർപ്പണം. ഈ 3 കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ ചേർത്ത് വയ്ക്കുമ്പോൾ നാളെ നിനക്കും ക്രിസ്മസ് അനുഭവമുണ്ടാകും. 1, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനും പ്രവർത്തനത്തിനും വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുക്കാം. 2, ജീവിതത്തെ സമ്പൂർണ്ണമായും ദൈവസന്നിധിയിൽ അടിയറ പറയാൻ നിനക്കാകട്ടെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ. 3, അമ്മയെപ്പോലെ ഒരു സമ്പൂർണ്ണ സമർപ്പണം. കരങ്ങൾ കൂപ്പാം, നമുക്കും വിശുദ്ധ ബലിക്കൊരുങ്ങാം. നാളെ ക്രിസ്മസ് അനുഭവം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരു പുണ്യപ്രകാശത്തിൻ്റെ അനുഭവമാക്കി മാറ്റാൻ കൃപയേകണമേ എന്ന് യാചിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി നമുക്കിന്ന് ആരംഭിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് വേഗം വരണമേ. അങ്ങേ കാരുണ്യത്തിൽ പ്രത്യാശയർപ്പിക്കുന്നവർ അങ്ങേ ആഗമന സന്തോഷത്താൽ ആശ്വസിപ്പിക്കപ്പെടട്ടെ. പിതാവിനോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദാവീദ് രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു. ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. നാഥാൻ പ്രതിവചിച്ചു, യുക്തം പോലെ ചെയ്തു കൊള്ളുക. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരുൾ ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? സൈന്യയുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ആട്ടിടനായിരുന്നു നിന്നെ മേച്ചിൻ സ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിൻ്റെ മുൻപിൽ നിൻ്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ ഞാൻ മഹാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവൻ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേൽ ഞാൻ ന്യായാധിപന്മാരെയോ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുൾ ചെയ്യുന്നു. നിൻ്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രവർത്തിക്കും. കർത്താവെ, കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടെ നിന്നാണെന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുകയും എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. Hallelujah, 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 hallelujah. ഉദയരശ്മിയും നിത്യപ്രകാശത്തിൻ്റെ ധവളപ്രഭയും നീതിസൂര്യൻ്റെ ശോഭയാകുന്നു. കർത്താവെ, ഇരുളിലും മരണനിഴലിലും ആയിരിക്കുന്നവർക്ക് വെളിച്ചം വീശിക്കൊണ്ടുവരിക. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1 67 മുതൽ 79 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യോഹന്നാൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രവചിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചു, രക്ഷിച്ചു. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തൻ്റെ പരിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. നീയോ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകനൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുൻപേ നീ പോകും. ഇത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴി രക്ഷയിലേക്ക് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. കർത്താവിൻ്റെ പരിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യട്ടെ. ആമേൻ.
തിരുമുൻപിലേകുന്നു കാണിക്കയായി. ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയായി. നിൻ സ്നേഹബലിയോടു ചേർക്കണമേ എന്നെ നീ സ്വന്തമാക്കണമേ. നിൻ സ്നേഹബലിയോടു ചേർക്കണമേ എന്നെ നീ സ്വന്തമാക്കണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു. എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനെ എൻ ജീവനാഥാ, കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു. എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനെ എൻ ജീവനാഥാ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്ന കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കണമേ. ഇവയുടെ സ്വീകരണം വഴി പാപങ്ങളിൽ നിന്ന് ഞങ്ങൾ മോചിതരാകുവാനും അങ്ങേ പ്രിയപുത്രൻ്റെ ആഗമന മഹത്വം നിർമ്മല മാനസരായി കാത്തിരിക്കാൻ ഞങ്ങൾ യോഗ്യരാകുവാനും കനിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംഭവിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ സ്തുതിഗീതം താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞ മഹിയം വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ
പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നത്. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. അങ്ങേ ദാസനായ ലയോ പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും ആൻ്റണി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകമറിയത്തോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക്
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും ആരാധനയും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടുകൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്നാഥ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നു വേണ്ടും ഓരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും ഐശ്വര്യവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ.
ചിമ്മി ദൂരെ വാനിൽ മിന്നും താരങ്ങൾ ചൊല്ലിത്തന്നോ രക്ഷകന്റെ ജന്മസന്ദേശം പാടി പാടി വാനലോകദൂതവൃന്ദങ്ങൾ പാടിത്തന്നോ ദൈവത്തിൻ്റെ ജന്മസന്ദേശം. Gloria, 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 Gloria. ചിമ്മി ചിമ്മി ദൂരെ വാനിൽ മിന്നും താരങ്ങൾ ചൊല്ലിത്തന്നോ രക്ഷകന്റെ ജന്മസന്ദേശം പാടി പാടി വാനലോകദൂതവൃന്ദങ്ങൾ പാടിത്തന്നു ദൈവത്തിൻ്റെ ജന്മസന്ദേശം. Gloria, 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 Gloria. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ ദാനത്താൽ അത്ഭുതകരമായി ഞങ്ങളെ നവീകരിച്ച കർത്താവേ, അങ്ങേ പ്രിയപുത്രൻ്റെ പിറവി തിരുനാളിന് ആരാധനാപൂർവം അണഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ നിത്യമായ സമ്മാനങ്ങൾ സന്തോഷപൂർവം സ്വന്തമാക്കാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കാം. ആഗതമാകുന്ന പിറവി തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.